ക്രൂശും എടുത്തിനി ഞാൻ യേശുവേ പിൻചെൽകയാ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ ക്രൂശും എടുത്തിനി ഞാൻ യേശുവേ പിൻചെൽകയാ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ലോകജ്ഞാനം സ്ഥാനം സുഖമീതല്ല ലാഭം അല്ലെനിക്കിനീവൻ ഛേദമെന്നറിഞ്ഞു ഞാൻ മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമീതല്ല ലാഭം അല്ലെനിക്കിനീവൻ ഛേദമെന്നറിഞ്ഞു ഞാൻ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ദേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ യേശു കൂടെയുള്ളതാകെ തുമ്പമെല്ലാം ഇമ്പമാ ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ യേശു കൂടെയുള്ളതാകെ തുമ്പമെല്ലാം ഇമ്പമാ ജീവനൻ
പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ ചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ ചെല്ലും. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ ചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ ചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ ചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ ചെല്ലും. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി അന്തരീക്ഷം ഞങ്ങൾക്ക് അനുകൂലമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളെ കൊണ്ടുവന്നു കർത്താവേ, ഞങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ ഇരിക്കാൻ നീ കൃപ തന്നു, അതിനായി സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം എന്നു. ദൈവവചനം പറയാൻ അടിയൻ്റെ അധരത്തിന് ശക്തി, ഹൃദയത്തിന് ശുദ്ധിയും തരയണം. കർത്താവ് മഹത്വം എടുക്കണം. ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ക്രിസ്തീയ വിശ്വാസം. വടക്കേ ഇന്ത്യയിലൊക്കെ പോയി പലരും ചിന്തിക്കാറുണ്ട്, ഈ കാലഘട്ടങ്ങളിൽ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തിനാണ് ഈ ക്രിസ്തീയ വിശ്വാസം അവിടെ പോയി അവരെ അറിയിക്കുന്നത്? അതിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ നിസ്തുല്യത, യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്, നമുക്ക് വലിയ ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. എന്നാൽ പലപ്പോഴും വിശ്വാസം, ഉറച്ച വിശ്വാസം, ആഴമായ വിശ്വാസം ആകാത്തത് നിമിത്തം, ശരിയായ വിശ്വാസം ആകാത്തത് നിമിത്തം വിശ്വാസം ജീവിതത്തിൽ പ്രമാണിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ പോകും. അതെല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് വിശ്വാസം സത്യവിശ്വാസമായിരിക്കണം, യഥാർത്ഥ വിശ്വാസമായിരിക്കണം. വിശ്വാസം പ്രായോഗികമാക്കുമ്പോൾ അത് ശരിയായി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും വേണം. അതിന് വളരെ ഉതകുന്ന ഒരു പാസേജാണ് നാം ഇപ്പോൾ വായിച്ചത്. അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന ചരിത്രമൊക്കെ ഞാനും നിങ്ങളും കേട്ടിട്ടുമുണ്ട്. യവനന്മാരായ ചില ആളുകൾ യഹൂദന്മാരോട് ചേർന്ന് പെരുന്നാൾ ആചരിക്കാൻ കടന്നു വന്നു. അപ്പോൾ വളരെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ്, പെരുന്നാളിന് കൂടാൻ വന്നവരാണ്. പെരുന്നാളിന് വന്ന് കൂടിയപ്പോൾ അവർ ഒരു കേൾവി കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ആ ദേശത്തൊക്കെ ആ സമയത്ത് നസറായനായ യേശു എന്നുള്ളത് പ്രസിദ്ധമായ ഒരു പേരായിരുന്നു. കാരണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, കുഷ്ഠരോഗിയെ ശുദ്ധനാക്കി വിടുന്നു, പാപിനിയായ സ്ത്രീയോട് പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു നല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുന്നു. ഇതൊക്കെ യഹൂദ പാരമ്പര്യത്തിലുള്ള നേതാക്കന്മാർക്കോ റബ്ബിമാർക്കോ ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്ന ഈ കർത്താവിനെ കുറിച്ച് വലിയ ഒരു പ്രസിദ്ധി ആ സമയത്തുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് യവനന്മാർ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു, വിശേഷിച്ച് ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണണം, വി വോണ്ട് ടു സീ ജീസസ്. ഒരു വിധത്തിൽ കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ താല്പര്യത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അനേക ആളുകൾ ഇന്നുമുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ വലിപ്പം, ക്രിസ്തുയേശുവിൻ്റെ ജീവിതം, വളരെ പ്രത്യേകമായിട്ടുള്ള ജീവിതം, വെടിപ്പോടുകൂടെ ജീവിച്ച ജീവിതം, ഇതൊക്കെ അനേകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ ഹൃദയത്തിൽ ഞങ്ങൾക്ക് യേശുവിനെ കാണണം, വി വോണ്ട് ടു സീ ജീസസ്. ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെ അടുക്കൽ വന്നു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിൻ്റെ അടുക്കൽ വന്നു. യവനന്മാർ പറഞ്ഞ അതേ വാക്കുകൾ യേശുവിനോട് പറഞ്ഞു. അവർക്ക് യേശുവിനെ കാണണം, നിന്നെ കാണുവാൻ, അങ്ങയെ കാണുവാൻ താല്പര്യമുള്ള കുറച്ച് യവനന്മാർ, ഗ്രീക്സ് ഞങ്ങളുടെ നടുവിലുണ്ട്.
ഉടനെ കർത്താവ് പറഞ്ഞില്ല, അയ്യോ അല്പം താമസിച്ചു പോയല്ലോ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇതിനൊരല്പം മുമ്പുള്ള ദിവസങ്ങളിൽ കർത്താവ് ദൈവാലയത്തിലോട്ട് കയറി ശുദ്ധീകരിച്ചു. ഹി ഡിസ്പ്ലേഡ് ഹിസ് അതോറിറ്റി. തൻ്റെ ദൈവപുത്രൻ്റെ അധികാരം അവരുടെ മനസ്സിൽ കൂടെയൊക്കെ പോയ നേതാക്കന്മാരുടെയൊക്കെ മനസ്സിൽ കൂടെ പോയി. ഈ വ്യക്തിക്ക് ഈ അധികാരം എവിടെ നിന്ന്? വേർ ഡിഡ് ഹി ഗെറ്റ് ദി അതോറിറ്റി? അപ്പോൾ അധികാരമുള്ള ശ്രീയേശുവിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിന് പറയാമായിരുന്നു, ഞാൻ ദൈവാലയം ശുദ്ധി ചെയ്ത സമയത്ത് നിങ്ങളൊക്കെ വന്ന് കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ. ദാറ്റ് വാസ് ദ ഗുഡ് ടൈം ടു സീ മീ. അതുമാത്രമല്ല, മുന്നോട്ട് അനേകരെ സൗഖ്യമാക്കിയപ്പോൾ 5000 പേർക്ക് ഭക്ഷണം അങ്ങോട്ട് കൊടുത്ത സമയത്ത്, when he provided food for 5,000 people, oh, that's the time to see. വാസ്തവത്തിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ടൈമിൽ അവർ വരാൻ ആഗ്രഹിക്കും. അങ്ങനെയാണ് നമ്മുടെ എല്ലാം താല്പര്യം. നമ്മുടെ സാധാരണ സമയത്ത് വരാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. നാം നന്നായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാം നന്നായി പ്രവർത്തിക്കുന്ന സമയത്ത് വരാൻ ആഗ്രഹിക്കും. കർത്താവിന് വേറൊരിക്കൽ ചിന്തിക്കാമായിരുന്നു, യെരുശലേമിലേക്ക് ഞാൻ ഘോഷയാത്രയായി കഴുതക്കുട്ടിയുടെ പുറത്ത് വന്ന സമയമുണ്ടല്ലോ. ഓ, ദാറ്റ് വാസ് എ ഗ്രാൻഡ് ടൈം. പോപ്പുലാരിറ്റി അങ്ങ് ഉയർന്നു നിൽക്കുന്ന സമയം, ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന സമയം, എല്ലാവരും യഹോസന്ന പാടുന്ന സമയം. ആ സമയത്ത് വന്നിരുന്നെങ്കിൽ യവനന്മാരെ, നിങ്ങൾ എൻ്റെ മഹത്വം വാസ്തവത്തിൽ കാണുമായിരുന്നു. പിന്നീട് അവർക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ലാസറിൻ്റെ കല്ലറയുടെ പുറത്ത് നിന്ന് മരിച്ചവനോട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. ആ സമയത്ത് ഈ യവനന്മാരുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ നന്നായി അറിയത്തില്ലായിരുന്നോ? That's the time of popularity, time when miracles were done, time when he provided for people, time when he displayed his authority. ആ സമയത്തല്ലയോ വാസ്തവത്തിൽ കർത്താവിനെ കാണേണ്ടത്? എന്നാൽ യേശു കർത്താവ് ആ സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്. ഇങ്ങനെ നാം വായിക്കുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. Now is the time to display the glory. അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ യേശുവിനെ അല്ല കർത്താവ് അവർ കാണാൻ ആഗ്രഹിച്ചു. തനിക്ക് പ്രസിദ്ധി ലഭിച്ച സമയത്തുള്ള ആ പ്രസിദ്ധിയല്ല അവർ കാണണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. കർത്താവ് അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്, മനുഷ്യപുത്രൻ ഇപ്പം തേജസ്കരിക്കാൻ പോവുക, ആ സീൻ അവർ കാണും. കർത്താവ് തേജസ്കരിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ സമയം കർത്താവിൻ്റെ ക്രൂശീകരണമാണ്. അപ്പോൾ കർത്താവ് തന്നെ അന്വേഷിച്ച ഈ സമൂഹം, അന്വേഷകർ കർത്താവിനെ കണ്ടെത്താൻ ആഗ്രഹിച്ച സമയം നോക്കിക്കാട്ടെ. ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. തൻ്റെ ഗ്ലോറിയുടെ സമയം എപ്പോഴാണെന്നറിയാമോ? തൻ്റെ മഹത്വം എവിടെയാണെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട സമയമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക്, അതിൽ വിശ്വസിക്കുന്ന നമുക്ക് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നു. ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഐ ഗ്ലോറി, സ്റ്റാൻഡിങ് ഓവർ ദ റെക്സ് ഓഫ് ടൈം. കാലങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നെങ്കിലും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ ക്രൂസിൽ പ്രശംസിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച സമയമോ, മരിച്ചവരിൽ നിന്ന് ഒരുവനെ ഉയർത്തിപ്പിച്ച സമയമോ, കർത്താവ് ഘോഷയാത്രയായി വലിയ പ്രസിദ്ധിയോടെ വന്ന സമയമോ, ഇതൊന്നുമല്ല. തൻ്റെ മഹത്വീകരിക്കപ്പെട്ട സമയം, ഏറ്റവും അധികം മഹത്വീകരിക്കപ്പെട്ട സമയം താൻ ക്രൂസിൽ ഉയർത്തപ്പെട്ടപ്പോഴാണ്. വിശ്വാസവുമായി എന്തുകൊണ്ട് ഞാനത് ഘടിപ്പിക്കുന്നു? വിശ്വാസമാകണമെങ്കിൽ എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നാം ഉറപ്പാക്കണം. വിശ്വാസത്തിലല്ല, വിശ്വാസത്തിൻ്റെ ഓബ്ജക്റ്റ് കറക്റ്റ് ആയിരിക്കണം. ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് നോട്ട് റൈറ്റ്, ഫെയ്ത്ത് വിൽ നോട്ട് ബി റൈറ്റ്.
നമ്മുടെ വിശ്വാസം ശരിയായിട്ടുള്ള പോയിന്റിലായിരിക്കണം. കർത്താവ് പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല, എന്നെ വിശ്വസിക്കുന്നത് ഞാൻ പ്രസിദ്ധനായതുകൊണ്ടല്ല, എന്നെ വിശ്വസിക്കുന്നത് മരിച്ചവരിൽ നിന്നൊരുവനെ ഉയർപ്പിച്ചത് കൊണ്ടല്ല. ഇതൊക്കെ അതിലേക്ക് നയിക്കുന്നതാണ്. ഇറ്റ് ലീഡ്സ് യു ടു ദാറ്റ്. എന്നാൽ എന്നെ വിശ്വസിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉയർത്തപ്പെട്ടതുകൊണ്ടാണ്. ദാറ്റ്സ് ദ ടൈം ഓഫ് ഗ്ലോറി. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ക്രൂശിൽ തേജസ്കരിക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനെ, അവനിൽ വിശ്വസിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചതിൻ്റെ കാരണം? ഒന്ന്, വീണ്ടെടുപ്പ് അതുമൂലമാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്ന് നല്ലൊരു ജീവിതം ജീവിച്ചതുകൊണ്ടോ, കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ടോ, കർത്താവ് ഈ ലോകത്തിൽ വന്ന് പ്രസിദ്ധനായതുകൊണ്ടോ, പോപ്പുലർ ആയതുകൊണ്ടോ ഇവിടെ ഇരിക്കുന്ന നമുക്കാർക്കും വീണ്ടെടുപ്പുണ്ടാകത്തില്ലായിരുന്നു. നമുക്ക് വീണ്ടെടുപ്പുണ്ടാകാനുള്ള പ്രധാന കാരണം, അവൻ നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി കാൽവറിയിൽ യാഗമായി തീർന്നു. സങ്കീർത്തനക്കാരൻ 49-ാം സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യത്തിൽ സഹോദരൻ്റെ പ്രാണന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് നന്ദിയോടെ ഓർക്കാനുള്ള ഒരു പ്രധാന കാരണം, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപം നിമിത്തം നമുക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാൻ, ഫ്രം ഓൾ ദ ലോസസ് വി ക്യാൻ ബി റിഡീംഡ്. മനുഷ്യജാതിക്ക് വീണ്ടെടുപ്പിനൊരു വഴി ദൈവമുണ്ടാക്കി. അത് ആ വഴി കാൽവറി ക്രൂസിൽ കൂടെയാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ പ്രസിദ്ധിയോ എൻ്റെ അത്ഭുതമോ എൻ്റെ വഴികളോ അല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യാഗമായി തീർന്നതാണ്. കർത്താവ് പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്. ലോകത്തിൽ ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലായിടത്തും മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്രയാണ്, ആഗ്രഹമാണ്, മനുഷ്യൻ്റെ ഉള്ളിലുള്ള തീഷ്ണതയാണ്. ഒരു മോക്ഷപുരിയിൽ ചെല്ലണം, മോക്ഷത്തിൽ എത്തണം, ഒരു പാപത്തിൽ നിന്ന് വിടുതൽ വേണം. എന്നാൽ അത് നൽകുന്ന ഏക സ്ഥലം, മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വില കൊടുത്ത ഒരുവൻ മാത്രം. വെള്ളിയോ പൊന്നോ വീണ്ടെടുപ്പിൻ്റെ വില പൂർണ്ണമായി കൊടുക്കുവാൻ സാധ്യമല്ല. അതായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് ധാരാളം വെള്ളിയും പൊന്നും തൻ്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഏക പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന്, നമ്മുടെ പാപം അവൻ്റെ മേൽ വെച്ച്, അവൻ നമുക്ക് പാപപരിഹാരമായി തീർന്നപ്പോൾ അവസാനത്തുള്ളിയും കൊടുത്ത്, ഈ പെയ്ഡ് ദ ഫുൾ പ്രൈസ്, മുഴുവിലയും കൊടുത്ത് നമ്മുടെ പ്രാണനെ അവൻ വീണ്ടെടുത്തു. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് നാം ചേർന്ന് പറയുമ്പോൾ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്നും എൻ്റെ കാല് പാറമേൽ നിർത്തിയെന്നും നാവിൽ പുതിയ പാട്ട് തന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സാധാരണ സംഭവമായി എടുക്കരുത്. നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ നഷ്ടത്തിൽ നമ്മെ ഉയർത്തിക്കൊണ്ട് വരുവാൻ, നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് വാസ് ദ ക്രോസ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, എന്നെ നിങ്ങൾ കാണേണ്ടത് ക്രൂശിക്കപ്പെട്ടവനായിട്ടാണ്. നമുക്ക് ദൈവത്തിന് വളരെയധികം സ്തോത്രം ചെയ്യണം. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണാൻ നമ്മുടെ കണ്ണിന് കർത്താവ് പ്രകാശം തന്ന് കണ്ണ് തുറന്നതിനായി 1000 സ്തോത്രം ചെയ്യണം. നമ്മുടെ ഇവിടെ വന്ന സഹോദരങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ഗ്രാമത്തിൽ ആരോ ഒരാൾ ചെന്ന് ഈ കർത്താവിനെക്കുറിച്ച് പറയാനിടയായല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നാൽ എത്രയോ പേർ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഈ നല്ല കർത്താവിനെ അറിയാൻ ഭാഗ്യം തന്നതിനായി, മഹത്വീകരിക്കപ്പെട്ട യേശുവിനെ കാണാൻ ഭാഗ്യം തന്നതിനായി ദൈവത്തിന് ധാരാളമായി സ്തോത്രം ചെയ്യണം. 2, ക്രൂസിനുള്ള മഹത്വം പാപത്തെ മാത്രമല്ല, പൈശാചിക ശക്തിയെ തോൽപ്പിച്ചത് ക്രൂസിലാണ്. കൊലോസ്യ ലേഖനം 2:16-17 പറഞ്ഞിരിക്കുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ
ജയോത്സവം കൊണ്ടാടി. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പോരാട്ടമാണ് ഇത്. അവർ ബാറ്റിൽ വിത്ത് ദ ഈവിൾ. അനേക സ്ഥലങ്ങളിൽ അനേകർ അദൃശ്യമായ ഒരു ശക്തിയുണ്ട്, അദൃശ്യ ലോകമുണ്ട്. ഞാനും നിങ്ങളും ബാറ്റിൽ ചെയ്യുന്ന ഒരു യുദ്ധമുണ്ട്. ഈ പൈശാചിക ശക്തിയുടെ മേൽ ജയിക്കുവാൻ മനുഷ്യന് സാധ്യമേ അല്ല, നമുക്ക് കഴിവില്ല. എന്നാൽ അവൻ്റെ മേൽ ജയം കൊണ്ടാടിയ ഒരു കർത്താവുണ്ട്. അവൻ്റെ മേൽ ജയം വരിച്ചത് കാൽവറി ക്രൂസിലാണ്, ഓൺ ദ ക്രോസ്. കർത്താവ് ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ നമ്മൾ സാധാരണ പാടാറുണ്ട്, സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. വളരെ തിയോളജിക്കലായിട്ടുള്ള പാട്ടാണ്, വേദശാസ്ത്രപരമായിട്ടുള്ള പാട്ടാണ്. സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ അന്ധകാര ശക്തിയോടൊക്കെ പോരാടുന്ന നമുക്ക് ഇതിൽ നിന്നൊരു ജയമുണ്ടാകുമോ എന്ന് നമുക്ക് സംശയം വരുമ്പോൾ ഈ കർത്താവിൻ്റെ ക്രൂസിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ എന്തൊരു സന്തോഷം. കാരണം നമ്മുടെ കർത്താവ് കാൽവറി ക്രൂസിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അതുകൊണ്ടാണ് വിശ്വാസിക്ക് ആഭിചാരം ഫലിക്കുകയില്ലെന്ന് പഴയ നിയമം ഉദ്ധരിച്ച് പറയുന്നത്. വിശ്വാസിയുടെ മേൽ അങ്ങനെയുള്ളതൊന്നും അന്ധകാര ശക്തിക്ക് മേൽക്കോയ്മ നടത്താൻ സാധ്യമേ അല്ല. കാരണം നമ്മുടെ കർത്താവ് സകല ശക്തിയെയും സകല സാത്താന്യ ശക്തിയെയും ജയിച്ചവനായ വീരനായ ഒരു ദൈവമാണ്. Why cross gets the glory? We have redemption from sins. രണ്ടാമത്, we have power over evil and Satan's forces. അതുകൊണ്ട് നാം കാൽവറി ക്രൂസിലേക്ക് നോക്കുന്നു. മൂന്നാമത്, ക്രൂസാണ് നമുക്കൊരു നല്ല ജീവിത ശൈലി കാണിച്ചു തരുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യ വിഷയമാണ്, വീണ്ടെടുപ്പിൻ്റെ വിഷയം മാത്രമല്ല. ഇറ്റ് ഈസ് അവർ ലൈഫ് സ്റ്റൈൽ. ഒരു ക്രിസ്ത്യാനിയുടെ ലൈഫ് സ്റ്റൈൽ വേദപുസ്തകം പറയുന്നത് ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ശ്രദ്ധിച്ചോ, കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ഇഫ് എനിബഡി വാണ്ട്സ് ടു ഫോളോ മീ, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. സോ ലൈഫ് ക്രൂസിഫൈഡ് ലൈഫ് ഈസ് അവർ ലൈഫ് സ്റ്റൈൽ. ക്രൂസ് നമ്മുടെ സന്ദേശം മാത്രമല്ല, ക്രൂസ് വിശ്വാസിയുടെ ജീവിതശൈലി. ഒരു ജീവിതശൈലി ആവശ്യമല്ലയോ? നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് ജീവിതശൈലിയിൽ ജീവിക്കണം? കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും ജീവിക്കണം. ആ കർത്താവിനെ പിന്തുടരണം. ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഫോളോ മീ. ഹൗ ടു ഫോളോ? ഫോളോ ദ ക്രൂസിഫൈഡ് ലോർഡ് വിത്ത് എ ക്രൂസിഫൈഡ് ലൈഫ്. എന്തൊരു നല്ല മാതൃകയാണ്. കാരണം എന്നാണെന്നറിയാമോ? ലോകത്തെ ജയിക്കുന്ന ജീവിത ശൈലി ഇതാണ്. ക്രൂശിക്കപ്പെട്ട ജീവിതം എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു പരാജയത്തിൻ്റെ വഴിയല്ലേ? അല്ല. ഇറ്റ് ഈസ് ദ ലൈഫ് സ്റ്റൈൽ ദാറ്റ് വിൽ ഗിവ് യു വിക്ടറി ഇൻ ദ വേൾഡ്. അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ലോകത്തെ മുഴുവൻ എൻ്റെ വാൾ കൊണ്ട് ജയിച്ചു. ലോകത്തിൽ എന്നാൽ അതിനേക്കാൾ അധികം ഐ കോൺക്വയർഡ് ദ ലാൻഡ് ത്രൂ മൈ സ്വോർഡ്. എന്നാൽ നസ്രായനായ യേശു തൻ്റെ സ്നേഹം കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി. താൻ കീഴ്പ്പെടുത്തിയതിനേക്കാൾ അധികം ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ. അപ്പോൾ നോക്കിക്കോണേ, ലുക്ക് അറ്റ് ദ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ജീവിതത്തിൽ ശക്തിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല, ബലപ്രയോഗത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല ജയിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട ജീവിതമാണ് അന്നും ഇന്നും ജയിക്കുന്നത്. മദർ തെരേസ തൻ്റെ ജീവിതശൈലികളുടെ അനേകരെ സ്വാധീനിച്ചതിൻ്റെ കാരണം തൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. താഴോട്ടിറങ്ങുന്നതാണ് മുകളിലോട്ട് പോകാനുള്ള വഴി. ദ വേ ടു ഗോ അപ്പ് ഈസ് ടു ഗോ ഡൗൺ ആൻഡ് വി ഹാവ് ടു സ്റ്റൂപ്പ് ടു കോൺകർ. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വഴിയാണ് ദൈവം വെച്ചിരിക്കുന്നത്, ക്രൂസിഫൈഡ് ലൈഫ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ മുമ്പേ ഉപദ്രവിക്കുന്നവനും ദൂഷകനും ഒക്കെയായിരുന്നു, എന്നാൽ കർത്താവ് എന്നെ വീണ്ടെടുത്തു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇറ്റ്സ് നോ ലോങ്ങർ ദാറ്റ് ഐ ലിവ്സ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ
ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരു നല്ല മാതൃക കൂടെ തരുന്നു. അപ്പോൾ 3 കാര്യം എന്തുകൊണ്ടാണ് ക്രൂസിന് മഹത്വം വരാൻ കാരണം. 1, നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുന്നത് ക്രൂസിലാണ്. 2, പൈശാചിക ശക്തിയെ ജയിക്കുന്നത് ക്രൂസിലാണ്. 3, ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് നാം ചിന്തിക്കുമ്പോൾ ദാറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഇറ്റ് ഗിവ്സ് അസ് എൻ എക്സാമ്പിൾ ടു ഫോളോ. നമുക്ക് പിന്തുടരുവാൻ, നമുക്ക് പോകുവാൻ, അനുഗമിക്കുവാൻ കർത്താവ് നമുക്ക് നല്ല മാതൃക തരും. അപ്പോൾ നമ്മുടെ വിശ്വാസം അവിടെ ആയിരിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഓബ്ജക്റ്റ് റൈറ്റ് ആകുമ്പോൾ നമ്മുടെ വിശ്വാസം നന്നായിരിക്കും. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ മോശയുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നിടത്ത് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കും, അവൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നൊരു വാക്കുണ്ട്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. മോശയുടെ വിശ്വാസം എന്തൊരു ആഴമായ വിശ്വാസമായിരുന്നെന്നറിയാമോ? മിസ്രൈമിലെ നിക്ഷേപം ഇട്ടേച്ചു പോന്നു. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് തള്ളിക്കളഞ്ഞു. ലോകത്തിൽ ലാഭമായിരുന്നതൊക്കെ ഛേദം എന്നെണ്ണി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ, ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിപ്പാൻ താൻ തിരഞ്ഞെടുത്തു. മോസസ്, ഹൗ ക്യാൻ യു ഡു ദിസ്? അദ്ദേഹം പറയും, അദൃശ്യനായ ദൈവത്തെ ഞാൻ കണ്ടു. ഐ സോ ദി ഇൻവിസിബിൾ ഗോഡ്. അപ്പോൾ ജീവിതത്തിൽ ഈ ട്രാൻസ്ഫോംഡ് ലൈഫ്, രൂപാന്തരപ്പെട്ട ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ കാണേണ്ട ക്രിസ്തുവിനെ കാണണം. പലപ്പോഴും ഇന്ന് അനേകർ ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളവരുണ്ട്, പക്ഷേ ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സീ ക്രൈസ്റ്റ് ആസ് ഹിം ക്രൂസിഫൈഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ഉറയ്ക്കുന്നത്, നമ്മെ വീണ്ടെടുക്കുന്ന, പാപത്തിൻ്റെ മേലും സാത്താൻ്റെ മേലും ജയം തരുന്ന, നമുക്ക് നല്ല മാതൃക വെച്ച് തരുന്ന കർത്താവിലായിരിക്കണം നമ്മുടെ വിശ്വാസം. ആ പാട്ടുകാരനോട് ചേർന്ന് പറയണം, എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ വിശ്വാസം യഥാർത്ഥ ഓബ്ജക്റ്റിലായിരിക്കണം. 2, അങ്ങനെ ഒരു വിശ്വാസം വെക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്. അൺലെസ് എ കോൺ ഓഫ് വീറ്റ് ഫോൾസ് ഇൻ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഡൈ. അപ്പോൾ ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് ഡൈയിങ്. അപ്പോൾ സത്യവിശ്വാസം നമ്മിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവ് സ്വയത്തിന് മരിച്ചൊരു ജീവിതം. ക്രിസ്തീയ വിശ്വാസം ശരിയാണോ എന്ന് എങ്ങനെ അറിയാം? എന്തെല്ലാം തരത്തിലുള്ള ആത്മീക വരങ്ങളെ വിശ്വാസിയോട് ചേർത്ത് വെച്ച് വരങ്ങളാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാമെന്ന് പറയാറുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് അതൊരിക്കലും പറഞ്ഞിട്ടില്ല. വിശ്വാസിയുടെ വിശ്വാസം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതശൈലി തന്നെ തിരിച്ചറിയണം. ഒരുവനെ അവൻ്റെ ഫലങ്ങളാൽ, വൃക്ഷത്തെ അവൻ്റെ ഫലങ്ങളാൽ തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എങ്ങനെ അറിയാം വിശ്വാസം ശരിയാണെന്ന്? ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് ഡൈയിങ്. നിരന്തരം മരിക്കുന്ന, സ്വയത്തിന് മരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഫലമുള്ള ജീവിതം വേണോ? ചാകുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ വിശ്വാസ പ്രക്രിയ നമ്മിൽ നിവർത്തിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. നൺ എൽസ് ക്യാൻ ഡു ഇറ്റ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ് അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന സ്വയം, ഈഗോ. ഏത് വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഫലകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഈഗോ നശിക്കണം. ഈഗോ നശിക്കണമെങ്കിൽ ഈ കർത്താവിനെ ക്രൂസിൽ നിന്ന് കാണണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചാകുവാനിടയാണ്. ബ്ലാക്ക് സീയിൽ 2 റഷ്യൻ കപ്പൽ തമ്മിൽ കൊളൈഡ് ചെയ്തതിനെക്കുറിച്ച് ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. 2 റഷ്യക്കാരുടെ കപ്പലായിരുന്നു. 2 നല്ല നാവികന്മാർ, നല്ല ക്യാപ്റ്റൻസ് ആയിരുന്നു. 2ലും കാർഗോ ഉണ്ടായിരുന്നതായിരുന്നു. എന്നാൽ അത് യാതൊരു മിസ്റ്റോ ഫോഗോ മറിക്കുന്ന യാതൊന്നും ഇല്ലാത്ത സമയത്ത് ഈ കപ്പൽ തമ്മിൽ കൊളൈഡ് ചെയ്തു. വലിയ നഷ്ടമുണ്ടായി.
ഗ്രേറ്റ് ഡാമേജ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചു അവർ, എന്തുകൊണ്ട് ഇതുണ്ടായെന്ന്. അപ്പോൾ നോക്കി, യന്ത്രത്തകരാറാണോ, കപ്പലിൻ്റെ കുഴപ്പമാണോ, അവർക്ക് വിസിബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണോ, കാണാൻ കഴിയാഞ്ഞത് കൊണ്ടാണോ? ഇതൊന്നുമല്ലായിരുന്നു. അവസാനം തിരക്ക് വന്നപ്പോൾ കാര്യം മനസ്സിലായി. രണ്ടുപേരും വരുമ്പോൾ ആര് നീങ്ങി മാറി റൂട്ട് മാറണമെന്നുള്ളത് തമ്മിലൊരു വാഗ്വാദമായി. മറ്റേയാൾ നീക്കണം, അല്ലെങ്കിൽ എതിരെ വരുന്നയാൾ നീങ്ങണം എന്നുള്ളതായിരുന്നു മനസ്സിലെ താല്പര്യം. അപ്പോൾ ഹൃദയത്തിൽ മനസ്സിൽ വെച്ചിരുന്നത് ലാസ്റ്റ് മൊമെൻറ്റിൽ ആൾ ഇല്ല, ലാസ്റ്റ് മൊമെൻറ്റിൽ അവസാനം നീക്കിയില്ലെങ്കിൽ ഐ വിൽ മേക്ക് കറക്ഷൻ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ കറക്റ്റ് ചെയ്യാൻ ഒത്തില്ല. ഈ ലോക ജീവിതത്തിൽ പല കൊളീഷനും ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അൺക്രൂസിഫൈഡ് സെൽഫ്, ക്രൂശിക്കപ്പെടാത്ത സ്വയം. അപ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ വരിക, വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരിക, മാനസാന്തരപ്പെടുക, യേശു കർത്താവിൻ്റെ ജീവൻ നമ്മിൽ വരിക, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ വലിയ വ്യതിയാനമാണ് നമ്മുടെ സ്വയം നശിക്കുക എന്നുള്ളത്. പാമ്പിൻ്റെ വാല് പോലെയാണെന്നാണ് എൻ്റെ വിചാരം. എത്ര അടിച്ചാലും ലാസ്റ്റ് മിനിറ്റ് വരെ തല മുഴുവൻ ചതഞ്ഞാലും വാലാടിക്കൊണ്ടിരിക്കും. ഇറ്റ് നെവർ ഡൈസ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കഥയാണ്, ഇവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് അപ്ലൈസ് ടു അസ് വെരി റെലവൻ്റ്ലി. അതുകൊണ്ട് ഞങ്ങളൊക്കെ പിന്നെ അക്ഷരമാല ഇംഗ്ലീഷിൽ പഠിച്ചിരുന്ന കാലത്ത് ജെ എന്നുള്ള അക്ഷരം പഠിച്ചുകൊണ്ടിരുന്ന ജാക്ക് ഇൻ ദ ബോക്സിനോട് ചേർന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 മേളിലോട്ടുള്ളവർക്കേ അത് ഓർമ്മയുള്ളതെന്നാണ്. ഇപ്പോൾ ജെ വേറെ വല്ലതും കൊണ്ടായിരിക്കും പറയുന്നത്. അതുപോലെ അന്നത്തെ കാലത്ത് ജാക്ക് ഇൻ ദ ബോക്സ്. ഈ ജാക്ക് ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു തലയാണ്. തല ഒരു സ്പ്രിങ്ങയിലാണ് വെച്ചിരിക്കുന്നത്, അതൊരു ബോക്സിനകത്താണ്. അപ്പോൾ നോക്കിയാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ സ്പ്രിങ്ങയിൽ ഈ തല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. പിന്നെ ഇത് ബോക്സിനകത്താക്കാൻ ഒരു വഴിയുണ്ട്. ഈ തല പിടിച്ച് താഴോട്ട് താത്തിട്ട് ലിഡ് അടയ്ക്കണം. അടച്ച് പൂട്ടി വെച്ചാൽ ഈ തലയകത്തിരിക്കും. പിന്നെ ആ പൂട്ടൊന്ന് തുറക്കണ്ട, പൂട്ട് തുറന്നാൽ മതി, ലിഡ് പതുക്കെ പൊങ്ങും. കാരണം എന്നാണെന്നറിയാമോ? അകത്തിരിക്കുന്ന തല ഇതിനെ പൊക്കിക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ കം അപ്പ്. ഒരു ചെറിയ ഗ്യാപ്പ് മതി, ഇറ്റ് വിൽ കം ഔട്ട്. നമ്മുടെ സ്വയം ഏകദേശം ഈ ജാക്ക് ഇൻ ദ ബോക്സ് പോലെ. നമ്മളൊക്കെ വിദ്യാഭ്യാസമുള്ളവരും എറ്റിക്കറ്റൊക്കെ ഉള്ളവരും മര്യാദ പഠിച്ചിട്ടുള്ളവരും ആയതുകൊണ്ടൊക്കെ രാവിലെ ഇറങ്ങുന്നൊന്നെ തീരുമാനിച്ച് ഈ തലയെ പിടിച്ച് ഞെക്കി ബോക്സിനകത്താക്കി വെക്കും. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യത്തോടൊക്കെ വന്ന് വല്ലതുമൊക്കെ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ പൂട്ടിനൊരു ശകലം ഒന്ന് ലൂസായി കിട്ടിയാൽ മതി, ഇറ്റ് വിൽ കം ഔട്ട്. പിന്നെ ഇത് വരാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, സ്പ്രിങ് ഒടിയണം. ക്രൂസിലെ ദർശനം വിശ്വാസിയുടെ ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷൻ വളരെ പതിയാണ്. ഇറ്റ് കംസ് വെരി സ്ലോലി, ഇറ്റ് ബ്രേക്സ് യു. ചിലപ്പോൾ പരാജയത്തിലൂടെയാണ്, തോൽവിയിലൂടെയാണ്. ഇറ്റ് ബ്രേക്സ് യു. അപ്പോൾ കാൽവറി ക്രൂസിൽ കാണുന്ന യേശുവിൻ്റെ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ വ്യതിയാനം, അവർ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ക്രിസ്തീയ ജീവിതമാണോ ജീവിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? ഡൈഡ് ടു സെൽഫ്. ഇങ്ങനെ നമ്മുടെ ഈ സ്പ്രിങ് ഒടിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ടെന്നാണ് ഞാൻ ഉച്ചയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ. എല്ലാവരെയും ഓർക്കും, നമ്മളെ മറക്കും. ചില സാഹചര്യത്തിൽ people remember everybody and forget us. നമ്മൾ ചെയ്ത ജോലിക്ക് വേറൊരാൾക്ക് ലോകം ക്രെഡിറ്റ് കൊടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവം അത് അനുവദിക്കുന്നത് നമ്മുടെ സ്വയം ഒടിയാനാണ്.
എല്ലാവരെയും ഓർക്കുമ്പോൾ നമ്മളെ മറക്കുകയും നമ്മളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം സംടൈംസ് പീപ്പിൾ വിൽ കീപ്പ് അസ് എവേ. ആ മെയിൻ ലൈനിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തും. എന്തിനു വേണ്ടി? ടു ബ്രേക്ക് അസ്. എന്നാൽ ക്രിസ്തീയ ജീവിതം മനോഹരമാകണമെങ്കിൽ ക്രൂസിൻ്റെ ജീവിതശൈലി എന്നിലും നിങ്ങളിലും ഉണ്ടാകും. ജോർജ് മുള്ളറിനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, ജോർജ് മുള്ളർ, വൈ ഈസ് ഗോഡ് യൂസിങ് യു? ദൈവം എന്താ നിന്നെ ഇത്ര ഉപയോഗിക്കുന്നത്? അദ്ദേഹം ഒരു മറുപടി പ്രകാരം പറഞ്ഞു, എ ഡേ കെയിം ഇൻ മൈ ലൈഫ് വെൻ ജോർജ് മുള്ളർ ഡൈഡ് ടു ദി ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ. ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യരുടെ അഭിപ്രായത്തിന്, മനുഷ്യരുടെ പ്രശംസയ്ക്ക് ജോർജ് മുള്ളർ മരിച്ചു. കർത്താവിനെ ഒന്ന് നോക്കിക്കാട്ടെ. ഈ അല്പനേരം ഹോസന്ന പാടിയാലും കർത്താവിന് വ്യത്യാസമൊന്നുമില്ല, മുഖത്ത് തുപ്പിയാലും വ്യത്യാസമില്ല. കാരണം അവൻ്റെ ജീവിതം ക്രൂശിക്കപ്പെട്ട ജീവിതശൈലിയാണ്. നമ്മുടെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം നമ്മൾ വിശ്വസിക്കുന്ന യേശു, നമ്മൾ ആശ്രയിക്കുന്ന യേശു, യഥാർത്ഥ യേശു ക്രൂശിക്കപ്പെട്ട യേശുവാണ്. ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിന് എൻ്റെ ജീവിതത്തിലൊരു രൂപാന്തരം വരുത്തും. ഇറ്റ് ബ്രേക്സ് മൈ സെൽഫ്. കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ അത് അങ്ങ് ചെയ്തെടുക്കണം എന്ന് ദൈവത്തോട് പറയുമെങ്കിൽ നിശ്ചയമായും ദൈവം തമ്പുരാൻ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നു. 2ാമതായത് ലൈഫ് സ്റ്റൈലിലുണ്ടായ വ്യത്യാസം. കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ജീവിതശൈലി. ഇവിടെയാണ് ഇങ്ങനെ കർത്താവ് പറയുന്നു. നോക്കിക്കാട്ടെ, 12ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, 25-ാം വാക്യം. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോൾ തൻ്റെ ജീവനെ പകയ്ക്കണം. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. ക്രൂശിക്കപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ 2ാമതുണ്ടാകുന്ന മാറ്റം, ലവ് ആൻഡ് അഫെക്ഷന് വ്യത്യാസം വരും. ഒരാളിനെ അറിയണമെന്നുണ്ടെങ്കിൽ 2 വഴിയുണ്ടെന്നാണ് എൻ്റെ വിചാരം. എന്ത് കേട്ടാൽ ചിരിക്കുമെന്ന് നോക്കിയാൽ മതി. വാട്ട് മേക്സ് എ പേഴ്സൺ ലാഫ്, അത് ആളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു തെളിവാണ്. 2, ആ ആളിൻ്റെ സ്നേഹം, പാഷൻ എന്താണെന്ന് നോക്കിയാൽ മതി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒരാൾ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പിന്നീട്, കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. വെൻ ഐ സർവേ ദ വണ്ടറസ് ക്രോസ് എന്നുള്ള പാട്ട്, ആ ദിവ്യ സ്നേഹത്തിന് മുമ്പിൽ കർത്താവേ ആ ക്രൂസിനെ കുറിച്ച് വർണ്ണിച്ചിട്ട് പറയുകയാണ്, ആ ദിവ്യ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു. അപ്പോൾ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടായി എന്നുള്ളത് തെളിവ് വരണം. സോ ഫാർ ഫെയ്ത്ത് ഈസ് റൈറ്റ്, അവർ ലൈഫ് സ്റ്റൈൽ വിൽ ബി റൈറ്റ്. ലൈഫ് സ്റ്റൈൽ ഈസ് ഡെഡ് ടു സെൽഫ്. 2, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഏറ്റവും അധികമായി സ്നേഹിക്കുക. നമ്മൾ പാടിയ പാട്ട്, ഒരു പെൺകുട്ടി ജീവിതത്തിൽ പാടിയ പാട്ടാണ്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഒരു ജൂയിഷ് ഗേളാണിന്ന് കർത്താവിനെ അറിയാനിടയായി. നമ്മുടെ ഇടയിലായിരിക്കുന്ന സഹോദരങ്ങളെ പോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി അവൾ ഒരു വില കൊടുക്കേണ്ടി വന്നു. അവളുടെ സ്വന്തം പിതാവ് അവൾക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് കൺസേൺഡായി. പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ട് അവസാനം പറഞ്ഞു, ഇനിയും ഈ വിശ്വാസത്തിൽ ആരാധിക്കാൻ നീ പോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് നീ പുറത്തു പോകണം. അതായിരുന്നു കൽപ്പന. എന്നാൽ അവൾ കർത്താവിനെ സ്നേഹിച്ചത് നിമിത്തം വീണ്ടും ക്രിസ്തീയ ആരാധനയ്ക്കായി അവൾ പോയി. മടങ്ങി വന്നപ്പോൾ അപ്പൻ വളരെ കുപിതനായി പറഞ്ഞു, യു ക്യാൻ ഗോ, യു ക്യാൻ ലീവ് ദ ഹൗസ്. നിങ്ങൾക്കറിയാമോ, അനേകർ ഇന്നും സ്വന്തം നാടും സ്വന്തം വീടും അവകാശങ്ങളും അവർക്കുള്ളതും അവർക്ക് ലഭിക്കാതെ ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന അനുഭവം ഇന്നുമുണ്ട്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവർ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നു.
ബിക്കോസ് ദേ ലവ് ജീസസ്. ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഇനിയും ഈ വീട്ടിൽ നീ പാർക്കത്തില്ല, നിനക്ക് പോകാം. എന്നാൽ ആ അപ്പൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ യു ടേക്ക് സംതിങ് യു ലവ്. അവളൊരു മ്യൂസീഷ്യൻ ആയിരുന്നു, വയലിൻ വായിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വയലിൻ അവൾ അകത്ത് പോയി എടുത്തു. പുറത്ത് വന്ന് ഈ ഗാനം പാടിയെന്നാണ് പറഞ്ഞത്. ക്രൂശും എടുത്തിനി ഞാൻ എന്നെ യേശുവെ പിൻചെല്ലുകയാണ്. പാരിൽ പരദേശിയായി മോക്ഷ വീട്ടിൽ ഞാൻ പോകും. പാട്ട് അങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ഈണം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ മനസ്സ് ഉരുകി. പിതാവിൻ രൂപാന്തരപ്പെട്ടു, ക്രിസ്തു ഭക്തനായി. എന്നാൽ അവൾക്കൊരു വില കൊടുക്കേണ്ടി വന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൾ കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിലെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടേണ്ടി വന്നാലും, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പോകേണ്ടി വന്നാലും, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും, പാരിൽ പരദേശിയായി പോകേണ്ടി വന്നാലും, ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. നമുക്കിന്ന് ആ ലൈഫ് സ്റ്റൈൽ ഉണ്ടോ എന്ന് ഇന്നിപ്പോൾ ദൈവവചനത്തിന് മുമ്പിൽ ശോധന ചെയ്യണം. രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ, കർത്താവിനോടുള്ള സ്നേഹവും ലോകത്തിൻ്റെ ചില ആകർഷണ ശക്തിയും കൂടെ വരുമ്പോൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്ന് നോക്കണം. അല്പം ലാഭത്തിന് വേണ്ടി ക്രിസ്തു സ്നേഹം നമ്മൾ പണയം വെക്കുമോ എന്ന് നോക്കണം. ജീവിതത്തിൻ്റെ ചില നേട്ടത്തിന് വേണ്ടി കർത്താവിനോടുള്ള പ്രേമം, കർത്താവിനോടുള്ള സ്നേഹം മാറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യുമോ എന്ന് നോക്കണം. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ രക്ഷിക്കും. എൻ്റെ നാമം നിമിത്തം തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ രക്ഷിക്കും. ഈ പോയിൻ്റ് വിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിനകത്ത് സകലവും ഉൾക്കൊണ്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നമ്മുടെ പേരവിടെ വെക്കണേ, നീ ഇവയിൽ അധികമായി ആ ചുറ്റുപാട് സകലവും വെക്കണം. എവ്രിതിങ് യു ഹാവ്. മനസ്സിനകത്തോട്ടൊന്ന് നോക്കണം. എൻ്റെ ജീവിതത്തിലുള്ള ചുറ്റുപാടുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നാലും, വിൽ യു ടെൽ ദ ലോർഡ്, ലോർഡ് ഐ വിൽ ലവ് യു. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ വാസ്തവത്തിൽ ഹൃദയത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നത് ഒക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്നുണ്ട്. സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. റോമ പൗരൻ, പരീശൻ, പ്രമാണി, ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ പഠിച്ചവൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, when I compare it with the love of Christ, these are nothing. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നതെന്ന് ശോധന ചെയ്യണം. നമ്മൾ പ്രസംഗിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട്. But do you love Jesus more than everything? ഈ നാളുകളിൽ നമ്മുടെ മുമ്പിൽ ഒരു പരിശോധന വന്നാൽ, what will you say? ജീവനെ പണയം വെക്കുന്ന ഭക്തന്മാർ ഇന്ന് നമ്മുടെ ഭാരതത്തിലുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ വാസ്തവത്തിൽ ബഹുമാന പുരസ്സരം വണങ്ങണം. കാരണം കർത്താവിന് വേണ്ടി അവർ വില കൊടുക്കുന്നു. ലവിങ് ഗോഡ് മോർ ദാൻ എവ്രിതിങ്. അപ്പോൾ വിശ്വാസം തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ രണ്ട് കാര്യം: ക്രൂശിക്കപ്പെട്ട ജീവിതം, സെൽഫ് ഡിനൈ ചെയ്ത ജീവിതം, എല്ലാറ്റിനുപരിയായി യേശുവിനെ സ്നേഹിക്കുന്ന ജീവിതം. അതുമാത്രമല്ല, ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ അനുഭവം, ലൈഫ് സ്റ്റൈൽ ഓഫ് ഫോളോയിങ് ദ ലോർഡ്. കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിനെ ശുശ്രൂഷിക്കുന്ന.
അങ്ങനെയാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. 26-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ലൈഫ് സ്റ്റൈൽ ഓഫ് സെർവിങ്. ഞാൻ ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. കർത്താവ് നമ്മെ രക്ഷിച്ചത് ഒരു സെൻസേഷനാകാനല്ലെന്നും കർത്താവ് നമ്മെ രക്ഷിച്ചത് സെർവൻ്റ് ആകാനുമാണെന്നും ആ ഒരു ദൈവദാസൻ പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Christ did not save you to become a sensation, but Christ saved you to become a servant. നമ്മുടെ നാഥൻ ശുശ്രൂഷിക്കപ്പെടുവാൻ വന്നതല്ല. നമ്മുടെ നാഥൻ ഭൂമിയിൽ വന്നത് ശുശ്രൂഷ ചെയ്യുവാൻ വന്നു. അവനെ അനുഗമിക്കുന്ന നാം ശുശ്രൂഷ ചെയ്യാൻ കടപ്പെട്ടവരാണ്. കർത്താവിനെ അനുഗമിക്കുന്നവർ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കടപ്പെട്ടവരാണ്. സെർവൻസ്. ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ടു ബിക്കം ഹിസ് സെർവൻറ്റ്. എന്നാൽ ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ലോകത്തിൽ പലതരത്തിലുള്ള സെർവൻസ് ഉണ്ട്. ഒന്ന് സ്ലേവ്സ്, അടിമകൾ. അത് നിർബന്ധം കൊണ്ട് സെർവ് ചെയ്യുന്നവരാണ്, ഭയം കൊണ്ട് സെർവ് ചെയ്യുന്നവരാണ്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ കൂലിക്കാരാണ്, ഹയർലിംഗ് എന്ന് പറയും. അവർ സെർവ് ചെയ്യുന്നത് പണം കിട്ടുന്നത് കൊണ്ട്. മൂന്നാമത് ദൈവരാജ്യത്തിൽ ഒരു കൂട്ടരുണ്ട്, ദേ ആർ സൺസ്. അവർ ശുശ്രൂഷിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ട്. നമ്മൾ ഈ മൂന്നാമത്തെ കൂട്ടത്തിലായിരിക്കും. കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ കാരണം കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സെർവൻറ്റിനെ എങ്ങനെ തിരിച്ചറിയാം? എ സെർവൻറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ. സെർവൻറ്റ് ഈസ് ഓൾവേസ് ഒബീഡിയൻറ്റ്. ശുശ്രൂഷിക്കുന്നവൻ എപ്പോഴും അവൈലബിളാണ്. അങ്ങനെയാണ് ഒരു തെളിവ്. ശുശ്രൂഷിക്കുന്നവന് സമയം വെക്കാൻ അനുവാദമില്ല. അക്കാലത്തെ അടിമ എന്ന് പറയുമ്പോൾ നമുക്ക് സമയപരിധി കൊടുക്കാനൊക്കത്തില്ല. ഓൾവേസ്. അപ്പോൾ ദൈവത്തോട് ഞാനൊരു ശുശ്രൂഷകനാണെന്ന് പറയുമ്പോൾ എപ്പോഴും എനി ടൈം ഹി വാണ്ട്സ്, ലോർഡ് ഐ ആം അവൈലബിൾ. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തോട് പറയുന്നത് എന്നാണെന്നറിയാം? കർത്താവെ, ഞാൻ അവൈലബിളാണ്. 2, ഐ ആം ഗോയിങ് ടു ബി ഒബീഡിയൻറ്റ്. ഇന്ന് ദൈവരാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് വലിയ കഴിവുള്ളവരെയൊന്നുമല്ല, ഭയങ്കര താലന്തുള്ളവരെയല്ല. കർത്താവിന് ഒറ്റ കൂട്ടരെ മതി. കർത്താവ് പറയുന്നത് അങ്ങ് ചെയ്തേച്ചാൽ മതി. മിറക്കിൾസ് വിൽ ഹാപ്പൻ. അത്ഭുതങ്ങൾ നടക്കും. ദൈവം പറയുന്നത് ചെയ്യാൻ. പലപ്പോഴും നമുക്ക് താല്പര്യമുള്ളത് ചെയ്യാനാണ് നമുക്ക് താല്പര്യം. ദാറ്റ്സ് വാട്ട് വി ലൈക്ക്. ബട്ട് ഗോഡ് വാണ്ട്സ് ഒബീഡിയൻറ്റ് പീപ്പിൾ. അവൈലബിൾ പീപ്പിൾ, ഒബീഡിയൻറ്റ് പീപ്പിൾ. 3, സെർവൻറ്റിൻ്റെ ലക്ഷണം യജമാനൻ്റെ മഹത്വമാണ് ശുശ്രൂഷകൻ്റെ ലക്ഷ്യം. അവനെന്ത് ഭവിക്കുന്നു എന്നുള്ളത് വിഷയമേ അല്ല. വാട്ട് ഈസ് ഹി ലുക്കിംഗ് ഫോർ? ഹി ഈസ് ലുക്കിംഗ് ഫോർ ഗ്ലോറി ഓഫ് ദ മാസ്റ്റർ, ഓണർ ഓഫ് ദ മാസ്റ്റർ. അപ്പോൾ നമ്മൾ ശുശ്രൂഷകനായി എന്നുള്ളതിൻ്റെ തെളിവ് എന്നാണെന്നറിയാമോ? കർത്താവിൻ്റെ മഹത്വം. കർത്താവിൻ്റെ മഹത്വം. പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്ന ഒരാളെ ഒരിക്കൽ പഠിപ്പിക്കുന്ന ലെസണിൽ ഞാനത് വായിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, പ്രസംഗിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണം. എന്തിനു വേണ്ടിയാ? നല്ലതുപോലെ പ്രസംഗിക്കാൻ. അദ്ദേഹം പറഞ്ഞു, കർത്താവ് നിറയ്ക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ എന്നെ നിറയ്ക്കണം. എന്തിനാ? ഞാൻ പ്രസംഗിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹമാകാൻ. അദ്ദേഹം പറഞ്ഞു, അന്നേരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണം, നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണം. ദൈവം നിറയ്ക്കും. നമ്മൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് എന്നാണെന്നറിയാം? ടു ഡു എ ഗുഡ് ജോബ്. യെസ്, തമ്പുരാൻ തരുന്നുമില്ല. ഇഫക്റ്റീവ് ജോബ് ഉണ്ടോ? പ്രവർത്തിച്ച് കഴിയുമ്പോൾ പ്രയോജനമാകണം, തമ്പുരാൻ തരുന്നില്ല. തമ്പുരാൻ തരുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ടു ഗ്ലോറിഫൈ ഹിം. ഇന്നു മുതൽ ജീവിതത്തിൻ്റെ വലിയ താല്പര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ താല്പര്യമായി ഇറങ്ങിത്തിരിച്ചാൽ, ആഡ്സ് ദ ലൈഫ് ദാറ്റ് പ്ലീസസ് ദ ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു. വേദപഠന ക്ലാസ് നമ്മളിത് പഠിച്ചു.
ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടണം. വെദർ ഐ ലിവ് ഓർ ഐ ഡൈ. ഏത് തരത്തിലായാലും എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ കൂടെ മഹത്വപ്പെടണം. ദൈവം തൻ്റെ സർവ്വശക്തിയോടും കൂടെ നമ്മുടെ പുറകിലുണ്ടാകും. ബിക്കോസ് ഗോഡ് വാണ്ട്സ് ടു ഗെറ്റ് ദ ഗ്ലോറി. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. വെൻ യു ആർ വില്ലിംഗ് ടു ബി നത്തിങ്, God will make you anything He wants. നാം ഒന്നുമില്ലാതായി തീരുമാനിക്കുമ്പോൾ നമ്മെ ദൈവത്തിന് എല്ലാം ആക്കാൻ കഴിയും. ഇന്ന് ക്രൂശിലെ ദർശനത്തിൻ്റെ മുമ്പിൽ ജീവിതത്തിനൊരു വ്യതിയാനമുണ്ടാകും. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി പോസിറ്റീവായിട്ടൂടെ പറയണമല്ലോ. കാൽവറി ദർശനം കണ്ടാൽ സ്വയം മരിക്കണം. കാൽവറി ദർശനം കണ്ടാൽ കർത്താവിനെ ഉള്ളു തുറന്ന് സ്നേഹിക്കണം. ലവ് സോ അമേസിങ്, സോ ഡിവൈൻ, ഡിമാൻഡ്സ് മൈ സോൾ, മൈ ലൈഫ്, മൈ ഓൾ. ഈ ദിവ്യ സ്നേഹത്തിന് മുമ്പിൽ എന്നെ മുറ്റും തരുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശുശ്രൂഷകനാകാൻ, കർത്താവിനെ ശുശ്രൂഷിക്കാൻ തീരുമാനിക്കണം. എന്നാൽ ഇവിടെ ഇപ്രകാരം പറഞ്ഞു, ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോമിസ്. എവിടെ എത്തും? പലരുടെയും ചോദ്യം എന്നാണെന്നറിയാമോ? ഇങ്ങനെ പോയാൽ എവിടെ എത്തും? അനേകം ചെറുപ്പകാലത്തും ഒരു മിഡിൽ ഏജിലും ഒക്കെ ചോദിക്കുകയാണ്, ഇഫ് ഐ ഗോ ഇൻ ദിസ് വേ വേർ വിൽ ഐ റീച്ച്? വിശ്വാസിക്ക് സംശയിക്കുകയേ വേണ്ട. എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാനിരിക്കുന്നിടത്ത് ഇരിക്കും. ഇതിൽ കൂടുതലൊരു പ്രോമിസ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. He says he will be where I am. 2, അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നെ ശുശ്രൂഷ ചെയ്യുന്നവനെ, കണ്ടോ വാക്യം, പിതാവ് മാനിക്കും. മൈ ഫാദർ വിൽ ഓണർ ഹിം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അത് നിത്യജീവനായി സൂക്ഷിക്കും. ഇപ്പം 3 അനുഗ്രഹമുണ്ട്. ഇറ്റേണൽ ലൈഫ്, 2 കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കും, 3 കർത്താവിനെ ശുശ്രൂഷിക്കുന്നവൻ പിതാവ് മാനിക്കും. വാട്ട് ഈസ് ദ പ്രോസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്? 3 കാര്യം. ഗോഡ് പ്രോമിസസ് ഇറ്റേണൽ ലൈഫ്. 2 എ ലൈഫ് വിത്ത് ഹിം, അവൻ ഇരിക്കുന്നിടത്ത്, ഇൻ ഗ്ലോറി, മഹത്വത്തിൽ. 2 കർത്താവിനെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് എ വണ്ടർഫുൾ പ്രോസ്പെക്റ്റ്. ജീവിതം എന്തിനാണ് എറിയുന്നത്? ഈ സഹോദരങ്ങൾ കർത്താവിന് വേണ്ടി പോകും. ഒരുപക്ഷെ ഇവിടുന്ന് പോയി കഴിഞ്ഞ് അവരുടെ പേരുകളോ ഒന്നും വലിയ പുസ്തകത്തിലോ വലിയ ഫലകങ്ങളിലോ ചിലപ്പോൾ വന്നേക്കാം, വരാതിരിക്കാം. ദൈവം തമ്പുരാൻ അവർക്ക് വെച്ചിരിക്കുന്ന വഴി നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് ഈ 3 കാര്യം ഉറപ്പാണ്. നിത്യജീവൻ. 2 അവരുടെ കർത്താവ് എവിടെ ഇരിക്കുന്നു അവരവിടെ എത്തും. 3 അവിടെ എത്തുമ്പോൾ സ്വർഗത്തിലെ പിതാവ് അവരെ മാനിക്കും. Praise the Lord. The Lord will honor you. That's our prospect. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ആ ദിവസം വരുന്നു. പിതാവ് മാനിക്കുന്ന ദിവസം വരുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നൊരു സമയമുണ്ട്. വെൽ ഡൺ മൈ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇലസ്ട്രേഷൻ, ഞാൻ പലപ്പോഴും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ സിവിൽ വാറിൻ്റെ സമയത്ത് ഹോവർഡ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഒരു ആർമിയുടെ ജനറലല്ല, ഒരു ആർമിയുടെ യൂണിറ്റിൽ അതിനേക്കാൾ താഴെയുള്ള ഒരാളാണ്. എന്നാൽ ആ യൂണിറ്റിലെ ജനറൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഒന്നും സ്കീമൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട്
ആ യൂണിറ്റ് ജയിക്കുന്നില്ല അവരുടെ ബാറ്റിൽ ഫ്രണ്ടിൽ. മറ്റെല്ലായിടത്തും ജയിക്കുന്നു, ഇവിടെ ജയിക്കുന്നില്ല. അതുകൊണ്ട് ജനറൽ ഷെർമാൻ എന്ന് പറയുന്ന കമാൻഡർ ഷെർമാൻ, അദ്ദേഹം ഹോവേഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിച്ച് വരുത്തിയേച്ച് പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഗിവ് യു ദ ചാർജ്, നിൻ്റെ യൂണിറ്റിൻ്റെ ചാർജ് നിനക്ക് തരാൻ പോവാം. കാരണം ദാറ്റ് ഓൾഡ് ജനറൽ ഈസ് നോട്ട് മേക്കിംഗ് ഇറ്റ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് സ്ഥാനവും പദവിയൊക്കെ കൊടുക്കുമ്പോൾ ഉഷിരോടെ പ്രവർത്തിക്കുമല്ലോ. വളരെ ശക്തമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സ്കീമെല്ലാം വർക്കൗട്ട് ചെയ്തു. ആ യൂണിറ്റും ജയിച്ചു. അവസാന ദിവസം ആ ഒരു പരേഡ് ഓഫ് ഇൻഡിപെൻഡൻസ് പരേഡ് ഉണ്ടായി സ്ട്രീറ്റിൽ, വാഷിങ്ടൺ DC. അവിടെ എല്ലാ യൂണിറ്റും നിരന്നപ്പോൾ ഹോവേഡ് വിചാരിച്ചു, എൻ്റെ യൂണിറ്റിൻ്റെ മുമ്പിൽ ഞാനായിരിക്കും നിൽക്കുന്നത്. തലേ ദിവസം ജനറൽ ഷെർമാൻ വിളിച്ചേച്ച് ഹോവേഡിനോട് പറഞ്ഞു, ഹോവേഡ്, ആവശ്യത്തിന് വേണ്ടി നിന്നെ പ്രൊമോട്ട് ചെയ്തെങ്കിലും ഈ ഇൻഡിപെൻഡൻസ് ഡേയിലെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരുമിച്ച് പിന്നെ മാർച്ച് ചെയ്യുമ്പോൾ പഴയ ജനറലിന് നീ സ്ഥാനം കൊടുക്കണം. അപ്പോൾ ചെറുപ്പക്കാരൻ അല്പം കൂടെ ഉണ്ടല്ലോ, ഒരു അല്പം പ്രയാസം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഐ ഫോട്ട് ദ ബാറ്റിൽ, ഇറ്റ് വാസ് മൈ പ്ലാൻ. ജനറൽ ഷെർമാൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, ബട്ട് ഇറ്റ് ഈസ് മൈ ഡിസയർ ദാറ്റ് ദ ഓൾഡർ ജെൻറ്റിൽമെൻ ബി ഗിവൺ ദി ഓണർ. അല്പനേരമൊക്കെ സംസാരിച്ച് അവസാനം ജനറൽ ഹോവേഡ് ഒരു ക്രിസ്ത്യനാണ്. ഷെർമാൻ പറഞ്ഞു, ഹോവേഡ്, യു ആർ എ ക്രിസ്ത്യൻ, യു ഹാവ്. ഉടനെ ഹോവേഡ് പറഞ്ഞു, ഓ യെസ്, ഓൺ ദാറ്റ് ഗ്രൗണ്ട് ഐ ഒബേ. യൂണിറ്റിനകത്തോട്ട് കയറി സാധാരണക്കാരനായിട്ട് നിന്നു. എന്നാൽ മാർച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഷെർമാൻ ആളിനെ വിട്ടേച്ച് ഹോവേഡിൻ്റെ അടുക്കൽ വന്നു. യൂണിറ്റിൻ്റെ വന്ന് ഹോവേഡിനെ വിളിച്ചേച്ച് പറഞ്ഞു, ഷെർമാൻ ഈസ് കോളിങ് യു. കമാൻഡർ ഷെർമാൻ വിളിച്ച് മുന്നിൽ ചെന്നപ്പോൾ കമാൻഡർ പറഞ്ഞു, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞപ്പോൾ നീ ആ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തല്ലോ, ഇന്ന് എല്ലാ യൂണിറ്റേയും മുമ്പിൽ ഞാൻ നിൽക്കും, നീ എൻ്റെ വലത്തുഭാഗത്ത്, ഓൺ മൈ റൈറ്റ് ഹാൻഡ്, മൈ അസിസ്റ്റന്റ്, സ്റ്റാൻഡ് ബൈ മൈ സൈഡ്. ഈ ലോകത്തിൽ ഭോഷന്മാരായി സ്ഥാനവും മാനവും പദവിയും സാധ്യതകളും ലോകത്തിൻ്റെ ചില നേട്ടങ്ങൾ ദൈവവഴിക്ക് വേണ്ടി വിട്ടും കളഞ്ഞ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാവുന്നത് ആർഗ്യൂ ചെയ്തും പിടിച്ചു പറിച്ചും ഒന്നും ചെയ്യാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ ജീവിതശൈലി വെളിപ്പെടുത്തി ജീവിക്കുമ്പോൾ ഒരു ദിവസം വരുന്നു, when the commander will say, stand on my side. ഹല്ലേലൂയ. നല്ലൊരു ദിവസം. നമ്മുടെ വിശ്വാസം ദൈവത്തിലായിരിക്കട്ടെ. 2, വിശ്വാസത്തിന് നല്ല പ്രായോഗികത ഉണ്ടാകട്ടെ. ക്രൂശിക്കപ്പെട്ട ജീവിതശൈലി, ക്രിസ്തുവിൻ ദൈവത്തെ സ്നേഹിക്കുന്ന ജീവിതശൈലി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ജീവിതശൈലി ലോകത്തിൽ നഷ്ടമല്ല, ലോകത്തിൽ ലാഭമാവും. തലകളെ ഉണക്കിക്കാട്ടെ, പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ക്രൂശും എടുത്തിനി ഞാൻ യേശുവെ പിൻചെൽകയാൽ. കേട്ട വചനത്തെ ധ്യാനിക്കണേ. ക്രിസ്തുവിൻ്റെ പ്രസിദ്ധിയല്ല, ക്രിസ്തുവിൻ്റെ അത്ഭുതമല്ല, ക്രിസ്തുവിൻ്റെ ആഘോഷയാത്രയും ഒന്നുമല്ല നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ദൈവപുത്രൻ കൂടെ നമുക്ക് വീണ്ടെടുപ്പും പിശാചിൻ്റെ മേൽ ജയവും നല്ലൊരു മാതൃകയും കിട്ടിയതുകൊണ്ട് വി ഫോളോ ഹിം. ജീവിതത്തിനുണ്ടായ വ്യത്യാസം, കർത്താവേ, എൻ്റെ അകത്തെ സ്പ്രിങ് ബ്രേക്ക് ചെയ്യണം. അത് ഇന്ന് മാത്രമല്ല, നിരന്തരം, കണ്ടിന്യൂസ്ലി. ക്രൂസിഫൈഡ് ലൈഫ്, ക്രൂശിക്കപ്പെട്ട ജീവിതത്തിൽ കൂടെ ക്രിസ്തു സ്നേഹം പകരുന്ന ഒരു ജീവിത സ്വഭാവം എൻ്റെ സ്വന്തം ഭവനത്തിൽ, റിലേഷൻഷിപ്സിൽ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ. മത്സരത്തിൻ്റെ ആത്മാവല്ല, വിനയത്തിൻ്റെ ആത്മാവ്. ബ്രേക്ക് മീ ലോർഡ്. കർത്താവേ, നിന്നെ സ്നേഹിക്കുന്നു, നിന്നോടുള്ള സ്നേഹത്തിന് എന്തും വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവം.
വില്ലിംഗ് ടു സാക്രിഫൈസ് എനിത്തിങ്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ തന്നെ എന്തെങ്കിലും പിന്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ യാത്ര പറയാനുള്ള ഒരു തീരുമാനം. ശുശ്രൂഷിക്കുന്നവനായ യേശുവിനെ പിൻപറ്റുന്ന, നിനക്ക് വേണ്ടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ അങ്ങ് തന്നെ ആഗ്രഹിക്കുന്നു. ലോർഡ്, ഐ എം അവൈലബിൾ, ഐ വിൽ ബി ഒബീഡിയൻറ്റ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റ ആഗ്രഹം യുവർ ഗ്ലോറി ലോർഡ്, നിൻ്റെ മഹത്വം മാത്രം, നിൻ്റെ മഹത്വം മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാട്ട് പാടാൻ പോവുകയാണ്. പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. 194 പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ആരാധനയ്ക്ക് കൂടണം. സഹോദരങ്ങൾ പാടുന്ന സമയത്ത് അവരോടൊപ്പം ചേർന്ന് എഴുന്നേറ്റ് നിന്ന്, മാനം, ധനം, ലോകജ്ഞാനം, സ്ഥാനം, സുഖം ഇതെല്ലാം ലാഭമല്ല എനിക്കിനി, വൻഛേദം എന്നറിഞ്ഞ് ഞാൻ ക്ലേശം വരും നേരം ക്രൂശിൽ എൻ പ്രശംസ, യേശു കൂടെയുള്ളതാകിൽ തുമ്പമെല്ലാം ഇമ്പമായി. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും, എല്ലാവരും കൈവിട്ടാലും കൃപയാൽ ഞാൻ മാനം, ധനലോകജ്ഞാനം, സ്ഥാനം, സുഖമീതെല്ലാം ലാഭം അല്ലെനിക്കിനി, വൻഛേദമെന്നറിഞ്ഞു ഞാൻ. ചേർന്ന് പാടാം. മാനം, ധനം, ലോകജ്ഞാനം, സ്ഥാനം, സുഖമീതെല്ലാം ലാഭം അല്ലെനിക്കിനി, വൻഛേദമെന്നറിഞ്ഞു. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ, ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും, എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും, എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്ലേശം ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസ, ക്രൂശിൽ എൻ പ്രശംസയാ. യേശു കൂടെയുള്ളതാകിൽ, യേശു കൂടെയുള്ളതാകിൽ തുമ്പമെല്ലാം ഇമ്പമായി. ക്ലേശം വരും നേരമെല്ലാം, ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ. യേശു കൂടെയുള്ളതാകിൽ, യേശു കൂടെയുള്ളതാകിൽ തുമ്പമെല്ലാം ഇമ്പമായി. ജീവനൻ പേർക്കായി വെടിഞ്ഞ, ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും, എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. കോറസ് ഒരു പ്രാവശ്യം കൂടെ പാടും, ശ്രദ്ധിക്കണമേ. എല്ലാവരും കൈവിട്ടാലും ഞാൻ പിൻചെല്ലും. നോട്ട് അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ഫോളോ യു. കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, കാരണം ജീവനെ എൻ്റെ പേർക്കായി തന്ന, എനിക്ക് വേണ്ടി ജീവനെ തന്ന എൻ്റെ കർത്താവിനെ ഞാൻ പിൻചെല്ലും. എല്ലാവരും കൈവിട്ടാലും, ലോർഡ് വാട്ട് എവർ ബി ദ കോസ്റ്റ് ഐ വിൽ ഫോളോ യു. ഓക്കെ, നല്ല പ്രോസ്പെക്റ്റാണ്, നല്ല പ്രോസ്പെക്റ്റാണ്. ഇറ്റേണിറ്റി ഇൻ ഗ്ലോറി വിത്ത് ഹിം, സ്വർഗത്തിൽ അവനോടുകൂടെ. 3, പിതാവിൻ്റെ കയ്യിൽ നിന്നുള്ള ബഹുമാനം, ഓണർ ഫ്രം ദ ഫാദർ. കർത്താവെ, അത് മതി,
എല്ലാവരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വേണ്ടി ഞാൻ നാഥനെ ഞാൻ പിൻ